അപ്പോൾ ഞങ്ങൾ സേലത്തിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഞങ്ങൾ ഇനി ഏർക്കാടിലോട്ടാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ടു ഏർക്കാടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കുറേ കുരങ്ങന്മാരുണ്ട്. ഇവിടെ മാത്രമല്ല, ഞങ്ങൾ പോണ എല്ലാ വഴികളിലും ഉണ്ട്. ആക്ച്വലി ഞങ്ങൾ കാറൊക്കെ സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് നേരം അവിടെ നിൽക്കായിരുന്നു. അപ്പം അമ്മ പറഞ്ഞു അമ്മയ്ക്ക് പുറത്തൊക്കെ പോകണമെന്ന്. ഞാനാണെങ്കിൽ കുറച്ച് അമ്മേനൊന്ന് പേടിപ്പിച്ചു. അപ്പം അമ്മ പുറത്തൊന്നും പോയില്ല. ഏർക്കാടിനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട്. ഏർക്കാട് തമിഴ്നാടിൻ്റെ ഒരു മിനി ഊട്ടിയായിട്ട് തന്നെയാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ടൗൺ എന്ന് പറഞ്ഞാൽ സേലമാണ്. സേലം ടു ഏർക്കാട് 28 കിലോമീറ്റേഴ്സാണ്. അപ്പം ഞങ്ങൾ കയറുമ്പോൾ ഫുൾ ഹെയർ പിൻസ് ആട്ടോ. ഞാൻ എണ്ണി എടുത്ത് വെച്ചോളം ഏകദേശം 20 ഹെയർ പിൻസ് എങ്കിലും ഞങ്ങൾ കയറിയുണ്ട്. മാത്രമല്ല, ഇത് സ്ഥിതി ചെയ്യുന്നത് ഷിവറോയിൻ ഹിൽസിലാണ്. ഞങ്ങൾ ചുരം കയറി ഈ മുമ്പിൽ എത്തുന്നത് ഒരു ലേക്കിൻ്റെ മുമ്പിലാണ്. ഇവിടെ നിറച്ചും തൈലത്തോട്ടങ്ങളാട്ടോ. ഞങ്ങൾ ചുരമൊക്കെ കയറിയപ്പോൾ ഒത്തിരി ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഏർക്കാട് എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാന്നൊക്കെ വിചാരിച്ചു. അവിടെ കുറേ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴാണ് ഞങ്ങളൊരു പട്ടീനെ കണ്ടത്. ആക്ച്വലി എനിക്ക് പട്ടീനെ പേടിയായതുകൊണ്ട് ഞാനൊന്നും അങ്ങോട്ട് അടുത്തോലില്ല. പക്ഷെ അമ്മ കുറച്ച് നേരം കളിപ്പിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ല വെതറായിരുന്നു കേട്ടോ അവിടുത്തെ. നല്ല കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിലും നല്ലൊരു ഫീൽ ഉണ്ടായി. ഒത്തിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് പാർക്കിലോട്ട് കയറി. അവിടുത്തെ പാർക്ക് നല്ല ക്ലീൻ ആട്ടോ, നീറ്റും ആണ്. ആക്ച്വലി നല്ലൊരു ഫീലാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ. ലൈക്ക് ക്വൈറ്റ് ഗുഡ് എൻവയോൺമെൻ്റ് ആണ്. നമുക്ക് ശരിക്കും കുറച്ച് നാൾ അവിടെ തന്നെ നിൽക്കാൻ തോന്നും. അത്രയും നല്ലൊരു എൻവയോൺമെൻ്റ് ആണ്, നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഹില്ലി റീജിയൻ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ പ്ലേസൊക്കെ ഭയങ്കര ക്വയറ്റ് ആണ്. നമ്മൾ ടൗണിൽ കാണുന്ന പോലെ ഒച്ചയുള്ള ഒരു സ്ഥലമേ അല്ല. വെഹിക്കിൾസിൻ്റെ ഒച്ച ഒന്നുമില്ല. ഭയങ്കര ക്വയറ്റ് ആണ്. അവിടുത്തെ പാർക്കിൽ കുറേ ഫ്ലവേഴ്സും കുറേ ചെടികളുണ്ട്, നല്ല വെറൈറ്റി ഓഫ് കളേഴ്സ്. അപ്പം എല്ലാ കളേഴ്സും കൂടി മിക്സ് ആയിട്ടൊരു കണ്ണിന് തന്നെ ഒരു കുളിർമ തരുന്നില്ലേ പറയുന്നത്, അങ്ങനെ തന്നെ തോന്നും. ചെറിയൊരു പിള്ളേർക്കായിട്ടുള്ള ഒരു പാർക്കും ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര കൂൾഡായപ്പോൾ ഞങ്ങൾ വിചാരിച്ചൊരു ചായയൊക്കെ കുടിക്കാമെന്ന്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിങ്ങിന് പോയില്ല. പക്ഷെ ഞങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് നിന്നു. നമുക്ക് താല്പര്യം ഉണ്ടായില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ജസ്റ്റ് ഒന്ന് ആ ഒരു ലേക്കിൻ്റെ ആ വ്യൂ ഒന്ന് ആസ്വദിച്ച് നിന്നു.